കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിൻ്റെ ഒരു പ്രാവശ്യം കൂടെ ഹൃദയംഗമായി ദൈവത്തോട് നന്ദി കരയേറ്റുന്നു. ഇപ്രകാരം ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഈ നാളുകൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുന്നു. ഇതൊരു അന്ത്യകാലഘട്ടമായതുകൊണ്ട് ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഒട്ടും മറയില്ലാതെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ മാധ്യമങ്ങളിൽ കൂടെ വിവിധ നിലകളിൽ വിവിധ ദൈവദാസന്മാരിലൂടെ നമുക്ക് ധാരാളം ദൈവവചനം കേൾക്കുവാനായിട്ട് നാളുകളിൽ ഭാഗ്യം ലഭിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ധാരാളം ആളുകൾ ഇത് അനുഗ്രഹമാണെന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ ഓർത്ത് ദൈവമക്കൾ ധാരാളം പേര് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ തുടർച്ചയായിട്ട് ആടുകൾ എന്നുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ചില നാളുകളായിട്ട് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. വിശ്വാസികളെ ആടുകളുമായിട്ട് ദൈവവചനത്തിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ധാരാളം മൃഗങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും കർത്താവും അതുപോലെ തന്നെ ദൈവവചനത്തിലും നമ്മൾ വിശ്വാസികളെ ആടുകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച വിഷയം നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും. ആടുകളുടെ തോലുകൾ വളരെ പ്രയോജനമുള്ളതാണ്. പ്രത്യേകിച്ച് ദേവാലയത്തിന് തണൽ കൊടുക്കുവാനായിട്ട് ദൈവം ക്രമീകരിച്ചത് ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോലായിരുന്നു എന്ന് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആടുകൾക്ക് പരിപാലനം ആവശ്യമാണ്, അഥവാ ആടുകൾ പാലിക്കപ്പെടണം എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മൾ യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം കാണുവാനായിട്ട് കഴിയുന്നു. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം നടത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നവന് ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തി എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആട്ടിൻകൂട്ടത്തെ പോലെ തൻ്റെ ജനത്തെ നടത്തിയ ദൈവം യെശയ്യാവ് പ്രവചിച്ച് പറയുകയാണ് എങ്ങനെയാണ് അവൻ നടത്തുന്നത് എന്ന് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. അവൻ തള്ളയാടുകളെ പതുക്കെ നടത്തുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുകയും മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ വാക്യം. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ ആടുകളെയും പാലിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഓരോ ആടുകളും സംരക്ഷിക്കപ്പെടുവാൻ ഓരോ ആടുകളും പരിപാലനം അർഹിക്കുന്നതാണ് എന്ന ദൈവത്തിൻ്റെ പ്രത്യേക കൺസേൺ അതിന് മേലെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് വിശ്വാസികളാണെന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യം, നാം ഓരോരുത്തരും ദൈവത്താൽ പരിപാലിക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു, ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു, ദൈവത്താൽ കരുതപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനത്തെ ഇസ്രായേൽ മക്കളെ പഴയ നിയമത്തിൽ നടത്തിയതുപോലെ തന്നെ പുതിയ നിയമം ഇസ്രായേലാകുന്ന ദൈവസഭയിലെ അംഗങ്ങളെ ഓരോരുത്തരെയും ദൈവം തന്നെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നു. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവം തൻ്റെ ഭുജങ്ങളിൽ അവരെ വഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തള്ളയാടുകളെ പതുക്കെ നടത്തുകയാണ്. നമ്മൾ ചില എപ്പിസോഡുകൾക്ക് മുൻപേ ചിന്തിക്കുകയുണ്ടായി, ആ ഇടയന് ഒരിക്കലും ആടുകളെ ധാരാളം ഓടിച്ചാൽ അത് ചത്തുപോകുവാനിടയായി തീരും എന്ന് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ ഓർഡർ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, തള്ളയാടുകൾ ഒടുക്കമാണ് വരുന്നത്. അതിനു മുൻപേ കുഞ്ഞാടുകളെ താൻ എടുക്കുന്നു, തന്നെ ഭുജത്തിൽ വഹിക്കുന്നു, മാറിടത്തിൽ ചേർത്ത് ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് ദൈവമക്കളാകുന്ന നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത, നമ്മളെ കുഞ്ഞാടുകളായിട്ടിരുന്നാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഭുജങ്ങളിൽ വഹിക്കുവാനായിട്ടും ആശ്വസിപ്പിക്കുവാനായിട്ടും മാറോടെ ചേർത്ത് പിടിക്കുവാനായിട്ടും കഴിയും എന്നുള്ളതൊരു വസ്തുതയാണ്. പത്രോസിന്റെ
പിന്മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ കർത്താവ് അവനോട് ചോദിക്കുന്ന നീ എന്നെ സ്നേഹിക്കുന്നോ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 3 പ്രാവശ്യം അവനോട് ആവർത്തിച്ച് ചോദിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ ചോദ്യത്തിൽ മാത്രമേ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യം ചോദിക്കുമ്പോൾ അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് ചോദിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ആദ്യം അവൻ പറയുന്ന ഉത്തരം എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ കർത്താവിനോടൊരു മറുപടി പറയുന്നു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുകയാണ്. എന്നാൽ അടുത്ത ചോദ്യം വീണ്ടും വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, അവനോട് ആവർത്തിച്ച് ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ കർത്താവിനോട് പറയുകയാണ് എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ആടുകളെ മേയ്ക്കുക എന്ന് 2 പ്രാവശ്യം പറഞ്ഞ കർത്താവ് ആടുകളെ പാലിക്കുവാനായിട്ട് പറയുകയാണ്. പത്രോസിന് നല്ലതുപോലെ മനസ്സിലായതുകൊണ്ടായിരിക്കാം കുറെ നാളുകൾക്ക് ശേഷം താനൊരു ലേഖനം എഴുതുമ്പോൾ നിങ്ങളുടെ വിചാരണയിലുള്ള ആടുകളെ എന്ന് ദൈവത്തിന്റെ ദാസൻ പറയുന്നുണ്ട്. ആമേൻ. നമ്മൾ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ ശ്രേഷ്ഠ ഇടയനായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടുന്ന് ശ്രേഷ്ഠ ഇടയനായിരിക്കുമ്പോൾ അവിടെയുള്ള മൂപ്പന്മാരോട്, അവിടെയുള്ള പാസ്റ്റേഴ്സിനോട്, അവിടെയുള്ള എൽഡേഴ്സിനോട് ദൈവത്തിന്റെ ദാസന്റെ ആഹ്വാനം മറ്റൊന്നുമല്ല, നിങ്ങൾ ആടുകളെ പാലിക്കണം, ആടുകളെ സൂക്ഷിക്കണം, നിങ്ങൾ ആടുകളെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളാകുന്ന നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത, ദൈവത്താൽ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് പാലിക്കപ്പെടുവാനായിട്ട് കഴിയും. കാരണം ദൈവത്തിന് നമ്മൾ വിലയുള്ളവരാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുള്ളത് കൊണ്ട് നാം എല്ലാവരും പാലിക്കപ്പെടണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ നാളുകളിൽ അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, തള്ള ആടുകളെ അവന് പതുക്കെ നടത്തുന്നതായിട്ട് വായിക്കാൻ കഴിയുന്നു. 80-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആടുകൾ പാലിക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. അഥവാ ജോസഫ് ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തിയവനായ ദൈവം എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായ ദൈവം. അതായത് ജോസഫിന്റെ ജീവിതത്തിൽ ധാരാളം പ്രതികൂലങ്ങൾ വന്നു എങ്കിലും അവന്റെ ജീവിതത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തിയ ദൈവം മിസ്രൈമിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അത് മാത്രമല്ല, അവന്റെ സന്തതികളെ, അവന്റെ തലമുറകളെയെല്ലാം മിസ്രൈമിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ച മരുഭൂമിയിൽ ദൈവം നടത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്താൽ അങ്ങനെ ആശ്വാസം പ്രാപിക്കുന്ന, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന കൂട്ടരാണ് വിശ്വാസികൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് ദൈവവചനത്തിലുടനീളം ധാരാളം ഉദാഹരണങ്ങൾ അതിനായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗമാണ് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. രൂത്തിന്റെ പുസ്തകത്തിലെ രൂത്ത് 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ വരുവാൻ യോഗ്യതയില്ലാതിരിക്കുമ്പോൾ ഏകദേശം ചില മൈലുകൾ യാത്ര ചെയ്ത് ബേത്ലഹേം പട്ടണത്തിൽ നിന്ന് ഇതാ അവര് ഇപ്പോൾ വന്നിരിക്കുന്നത്, അവള് മോവാബ്യ ദേശത്ത് നിന്നാണ് വന്നിരിക്കുന്നത്, ബേത്ലഹേം പട്ടണത്തിൽ വന്ന് ചേരുകയാണ്. ബേത്ലഹേം പട്ടണത്തിൽ വന്നപ്പോൾ ധാരാളം കൊയ്ത്തുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും അവൾ ഭാഗ്യവശാൽ വന്നിറങ്ങിയത് ബോവസിന്റെ വയലിലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ബോവസിന്റെ വയലിൽ അവൾ വന്നിറങ്ങിയത് ഭാഗ്യവശാലാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എല്ലാം കൊണ്ടും ഭാഗ്യമായി പോയത്. നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ വയലിൽ അഥവാ നല്ല ഓവസിന്റെ അരികിലേക്ക് വരാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ഭാഗ്യം. ഓബസിന്റെ വയലിലേക്ക് വരുമ്പോൾ
ബോവസ് അവളോട് പെരുമാറുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാം വാക്യത്തിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവളോട് പറയുകയാണ്, നീ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ നീഴലിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ, യഹോവ പകരം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും ശ്രദ്ധിക്കുമ്പോൾ അവളോട് വളരെയധികം സൗമ്യമായും അതുപോലെ തന്നെ ആശ്വാസം കൊടുക്കുന്ന രീതിയിലും ആ ബോവസ് സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നല്ല ബോവസ് ആകുന്ന യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് നമ്മൾ വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ വഴിയിലാണെങ്കിൽ ശകാരമാണ് കേൾക്കേണ്ടത്. നമുക്കറിയാം, അവിടെ ആ നിലത്തിലേക്ക് വരുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ, അവൻ്റെ ബോവസിന്റെ ജോലിക്കാരായ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ അടിച്ചോടിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ കാല വെറുക്കുവാനായിട്ട് ഒരു അനുവാദവും കൊടുക്കാതെ 10-ാം തലമുറ പോലും ദൈവസ്ഥലയിൽ വരുവാൻ യോഗ്യത ഇല്ലാതിരിക്കുന്ന അങ്ങനെയുള്ള മോവാബ്യരായ ആളുകളെ ഓടിച്ചു കളയുന്ന ഒരു രീതിയാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ബോവസ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ നല്ല ആടാകുന്ന ഈ സ്ത്രീയെ അഥവാ ഈ രൂത്തിനെ വളരെയധികം പരിപാലിക്കുന്നത് കാണുവാൻ കഴിയും. അവൾ കൊണ്ടുവന്നിരിക്കുന്ന ഉണങ്ങിയ പഴകിയ അപ്പമൊക്കെ അവൻ പറയുകയാണ്, നിന്റെ ചാറ്റിലേക്ക് മുക്കി അത് നീ കഴിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. ചാറ്റിലേക്ക് മുക്കാനായിട്ട് പറയുകയാണ്. ചാറ്റിലേക്ക് മുക്കുക എന്ന് പറയുമ്പോൾ അത് ആശ്വാസത്തെയാണ് കാണിക്കുന്നത്. 11-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അന്യജാതിക്കാരത്തി ആയിരിക്കുമ്പോൾ തന്നെ 13-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ എന്ന് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിപാലിക്കപ്പെടേണ്ടതായ ഒരാട് അവർക്കെല്ലാവർക്കും, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് എല്ലാവർക്കും ഏത് വിധത്തിൽ ആശ്വാസം നൽകണമെന്നുള്ളത് ദൈവം തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ ദൈവദാസൻ നിങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് വരാം, ഒരുപക്ഷെ സഹോദരങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് വരാം, ഒരുപക്ഷെ ദൈവസഭയിലുള്ള അംഗങ്ങൾ നിങ്ങൾക്കൊരാശ്വാസമായി എന്ന് വരാം. അതുകൊണ്ട് ആടുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ആശ്വാസം ലഭിക്കുന്നത്, സ്വസ്ഥത ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത് അതിന് വലിയ അനുഗ്രഹമായിരിക്കും. ഇതുപോലെ ദൈവജനമാകുന്ന ഞാനും നിങ്ങളും ആശ്വാസം പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യരെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്ന പൗലോസ് ഒരു പ്രയോഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ഓരോ വിധത്തിലും ആശ്വാസം പകർന്നു കൊടുക്കുവാൻ വേണ്ടി, ഓരോ ദിവസവും ആശ്വാസം നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വലിയ കാഠിന്യം അനുഭവിക്കുമ്പോൾ, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വലിയ കഠിനതയാണ് എല്ലാവരോടും കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിലേക്ക് വരുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം കർത്താവ് നൽകുവാൻ മതിയായവനായ ദൈവമാണ്. നമുക്ക് ദൈവവചനത്തിലുടനീളം ധാരാളം ഉദാഹരണങ്ങൾ അതിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഈ രൂത്തിന്റെ കാര്യം തന്നെ പരിശോധിക്കുമ്പോൾ അവളോട് ബോവസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വേറൊരു വയലിൽ പോകണ്ട എന്നാണ് പറയുന്നത്. അത് തന്നെ എന്തോ ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. അവിടെ ബോവസ് ആ വയലിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിലും വലിയൊരു ആശ്വാസമാണ്. നല്ല ബോവസ് ആകുന്ന യേശുക്രിസ്തു ഉള്ള വയല് എന്ന് പറയുന്നത് എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് കൂടെ ഇല്ലാത്തതാണ് പലപ്പോഴും അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത്. നമുക്ക് ആശ്വാസം കിട്ടാത്തതിൻ്റെ കാരണം കർത്താവ് ആ വയലിൽ ഇല്ല എന്നുള്ളതാണ്, ആ സഭയിൽ ഇല്ല എന്നുള്ളതാണ്. ആ വയലിൽ കർത്താവ് ഉണ്ടെങ്കിൽ, അവിടെ അപ്പമുണ്ടെങ്കിൽ, അവിടെ ചാറുണ്ടെങ്കിൽ, അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വലിച്ചിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മൂന്നാമതായിട്ട് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആ കച്ചകളുടെ ഇടയിൽ നിന്ന് അവൾക്ക് വേണ്ടി, ആ രൂത്തിന് വേണ്ടി വലിച്ചിട്ട് കൊടുക്കുവാനായിട്ട് ബോവസ് കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, പല വിധത്തിലും ഒരാശ്വാസം രൂത്തിന് ലഭിക്കാതിരിക്കുമ്പോൾ അവൾക്ക് വന്നിറങ്ങിയത്
വലിയ അനുഗ്രഹത്തിലേക്കാണ്. അവൾ വന്നിറങ്ങിയത് വലിയ നന്മയിലേക്കാണ്. നമ്മുടെയൊക്കെ ജീവിതം നേരത്തെ ഉള്ള കാലഘട്ടങ്ങളും ഇപ്പോഴുള്ള ജീവിതവുമായി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓർക്കാതെ മറന്നു കളയുന്നവരാണ്. നമ്മളെ പഴയ കാലങ്ങൾ ഒരുപക്ഷെ ശാപത്തിന്റെ കാലഘട്ടമായിരിക്കാം, ഒരു കാലഘട്ടം രോഗത്തിന്റെ കാലഘട്ടമായിരിക്കാം, ഒരുപക്ഷെ ഒരു നമ്മുടെ പഴയ കാലഘട്ടങ്ങൾ ഇരുട്ടിലുള്ള കാലഘട്ടവും ശാപത്തിന്റെ കീഴിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിൽ ആയിരുന്ന ഒരു കാലഘട്ടവുമായിരുന്നു. എന്നാൽ സ്നേഹസ്വരൂപനായ ദൈവം നമുക്ക് ആശ്വാസം തരുവാനായി ഈ വയലിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ വേറൊരു വയലിൽ പോകേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ജീവിതം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചതിന് ശേഷമുള്ള ജീവിതം എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. നമുക്കതുകൊണ്ട് ഈ വയൽ വിട്ട് വേറൊരു വയലിലേക്ക് പോകാതിരിക്കാം. ഏത് വലിയ ദുഃഖവും മാറുന്നത് ഈ വയലിൽ വന്നു കഴിയുമ്പോഴാണ്. എൻ്റെ വിചാരം രൂത്തിന്റെ ദുഃഖം മാറിയത് ഇവിടെ വന്നപ്പോഴാണ്, ബോവസിന്റെ അരികിൽ വന്നപ്പോഴാണ്. ബോവസ് അവളെ ആശ്വസിപ്പിച്ചപ്പോഴാണ്. ബോവസ് ആശ്വസിപ്പിച്ചപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ച ദുഃഖം മാറി, അവളുടെ ഭർത്താവിന്റെ സഹോദരൻ മരിച്ച ദുഃഖം മാറി കാണും, അവളുടെ ഭർത്താവിന്റെ അപ്പൻ മരിച്ചതിന്റെ ദുഃഖം അവൾക്ക് മാറിപ്പോയി കാണും. അങ്ങനെയുള്ള ആശ്വാസം ഇല്ല ലഭിക്കുന്നത് ഈ വയലിൽ വന്നു കഴിയുമ്പോഴാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വൈദ്യരെ ഒരു വിധത്തിലും നീ ഈ വയൽ വിട്ട് പോകുവാൻ പാടില്ല. വയലിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാനായിട്ടുണ്ട്. നമ്മുടെ ദൈവവചനം പരിശോധിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു, സഹോദരന്മാരെ നിങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ സംഭവ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. അവിടെ മറ്റൊന്നുമല്ല വിഷയം. അവിടെ കർത്താവിന്റെ ദാസന്മാർ അടികൊണ്ടു കാലാമത്തിൽ കിടക്കുന്നു, പുറ ഉഴവുചാല് പോലെ കീറപ്പെടുന്നു, ദൈവത്തിന്റെ ദാസന്മാർ അപമാനിക്കപ്പെടുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ധാരാളം തടവുകാരുണ്ടായിരുന്നു, ധാരാളം ആളുകൾ അവിടെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടു നിൽക്കുമ്പോൾ, അവർ അപമാനിക്കപ്പെടുമ്പോൾ അവർ ദുഃഖിക്കേണ്ടതാണ്, അവരെ അടികൊള്ളുമ്പോൾ അവർ ദുഃഖിക്കപ്പെടേണ്ടതാണ്, അവരെല്ലാവരും വേദന കേൾക്കുമ്പോൾ ദുഃഖിക്കപ്പെടേണ്ടതാണ്. അവരുടെ കാല് ആമത്തിലിട്ട് പൂട്ടുമ്പോൾ അവരെ വേദനിക്കേണ്ടതായിരുന്നു. അങ്ങനെ വേദനയുടെ നടുവിലാണെങ്കിലും അവര് വലിയ ഒരാശ്വാസം മറ്റുള്ളവർക്ക് നൽകുന്നത് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, അപ്പോസ്തലന്മാര് രാത്രിയിൽ പാടി ആരാധിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചില വലിയ അത്ഭുതങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടന്നപ്പോൾ അവിടെ കാരാഗ്രഹ പ്രമാണി തൻ്റെ ജോലി നഷ്ടപ്പെടാൻ പോകുമ്പോൾ, തൻ്റെ ഉപജീവനത്തിലുള്ള മാർഗം അടയാൻ പോകുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വാസം കൊടുക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളൊരു ആശ്വാസം പ്രാപിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എങ്ങനെ പരിപാലിക്കപ്പെട്ടാൽ നിങ്ങൾ നിത്യതയിൽ എത്തുമെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആടുകൾ പാലിക്കപ്പെടണം എന്ന് ദൈവത്തിന് വചനം പറയുന്നു. ആടുകൾ ആശ്വസിപ്പിക്കപ്പെടണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആടുകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദുഃഖിച്ച് തളർന്ന്, വിശ്വാസികളായ ഞാനും നിങ്ങളും ഒരിക്കലും തളർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ദൈവത്തിന്റെ സഹായത്തിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം ഏതെങ്കിലും വിധത്തിൽ മരണത്താൽ വേർപെട്ടിരിക്കുന്ന, മരണദുഃഖം അനുഭവിക്കുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവ ആശ്വാസത്തിനായി ഒരു മാർഗമുണ്ടാക്കും. ദൈവ ആശ്വാസത്തിനായി ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവ ഒരു ആശ്വാസ വഴികളെ ദൈവം ഒരുക്കും. മകനെ നഷ്ടപ്പെട്ടിരിക്കുന്ന, അല്ലയോ പിതാവേ, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് ആശ്വാസത്തിന് വേണ്ടി, നീ ആ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ആശ്വാസത്തിന് വേണ്ടി ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട്. യാക്കോബ് പറയുന്നു, എനിക്കെല്ലാം പ്രതികൂലമാണ്. എന്നാൽ യാക്കോബിന്റെ അറിവില്ലായ്മയിലാണ് അവൻ പറയുന്നത്. തൻ്റെ ആ ഭാവി കാലങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, 130 വയസ്സ് മുതൽ തൻ്റെ അനുഗ്രഹം വീണ്ടും തുടങ്ങുകയാണ്. മരിച്ചുപോയെന്ന് വിചാരിച്ചിരിക്കുന്ന
വിളിക്കുന്ന ജോസഫിന്റെ കൂടെ നീണ്ട വർഷങ്ങൾ 17 വർഷക്കാലങ്ങൾ കൂടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം അവന്റെ ജീവിതത്തിലുണ്ടായി. നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, ദൈവം കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുന്നത് കൊണ്ട്, വളരെ ഉചിതമായി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി വരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തെ പരിപാലിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ ജനത്തെ പാലിക്കുവാനായിട്ട് ദൈവം 100 വഴികൾ ദൈവത്തിനുണ്ട്. അതിന് ദൈവദാസന്മാരെ ഉപയോഗിച്ചു എന്ന് വരാം, ചില മുഖാന്തരങ്ങൾ ഉപയോഗിച്ചു എന്ന് വരാം, ചിലരുടെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുന്ന പണം അതുകൊണ്ട് ഉപയോഗപ്പെട്ടു എന്ന് വരാം. ആശ്വാസം പ്രാപിക്കുവാനായിട്ട്, ദൈവത്താൽ പരിപാലിക്കപ്പെടുവാനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, ആടുകളെ ശ്രദ്ധിച്ചാൽ അവയ്ക്ക് വലിയ ആയുസ്സുള്ള ജീവിയല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-25 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഇതുവരെയും പറഞ്ഞു വരികയായിരുന്നു. ഏറ്റവും അവസാനമായി നമ്മൾ ആടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ആടുകൾ അതിന് വലിയ ആയുസ്സില്ലാത്ത ജീവിയാണ്. ഈ ഭൂമിയിൽ തന്നെ ധാരാളം മൃഗങ്ങൾ, ആയുസ്സുള്ള മൃഗങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ദൈവം എന്തുകൊണ്ട് വിശ്വാസികളെ ആടുകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൽ നിന്നൊരു ആത്മീയ പാഠം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. മറ്റൊന്നുമല്ല, നാമും വലിയ ആയുസ്സോടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളവരല്ല. നമ്മുടെ ആയുസ് നിത്യമായ ആയുസ്സായിട്ട് മാറുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് നമ്മൾ അറിയണം. ദൈവവചനം പറയും 37-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ, മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളം പോലെ ഇരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മാത്രമല്ല, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മാത്രമല്ല, 70 സംവത്സരമാണ് മനുഷ്യന്റെ ആയുസ്. ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, ദുഃഖവും പ്രയാസവും അത്രേ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, നമ്മുടെ ഈ ആയുസ് ഒരു ചെറിയ ആയുസ്സാണ്. ഒരു ചെറിയ ആയുസ്സുള്ള ജീവിയുമായി ഒരു വിശ്വാസിയെ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുകയാണ്. ദൈവവചനത്തിലുടനീളം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും, ലോകത്തിൽ ജീവിച്ചുള്ള വിശുദ്ധന്മാരെല്ലാവരും അവരുടെ അന്തരാത്മാവിൽ ബോധ്യമുണ്ടായിരുന്നു. യാക്കോബിനെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം, അബ്രഹാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ, ഏകദേശം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദാസനെ കുറിച്ച് പറയുന്നു, കൂടാരങ്ങള് അന്യദേശത്ത് എന്നു വിളിക്കപ്പെട്ടാറേ ആ വാഗ്ദത്ത ദേശത്ത് എന്നിട്ടും അവൻ എന്താണ് ചെയ്തത്? താൻ ചെയ്ത ഒരു കാര്യം, അന്യദേശത്തെന്ന പോലെ പരദേശിയായിട്ട് അവൻ ജീവിക്കുകയാണ്. കൂടാരങ്ങൾ പാർത്തും കൊണ്ട് ദൈവം ശില്പിയാ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിനായി കാത്തിരുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് അടിസ്ഥാനമുള്ള ഒരു നഗരത്തിലേക്ക് പോകുവാനായിട്ടുള്ളവരായതുകൊണ്ട് ഇവിടെ താൽക്കാലികമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദൈവം ഇവിടെ നമുക്ക് തന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും ഒന്നിലും നിഗളിച്ചു പോകേണ്ട കാര്യമില്ല. നമുക്ക് നിത്യമായിട്ടുള്ള ഒരു കൂടാരം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് യാത്ര ചെയ്യാനുള്ളവരാണ്. നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതാ അബ്രഹാം വിളികേട്ട് ഇറങ്ങിയതിന് ശേഷം അവൻ ഇവിടെ അന്യദേശത്ത് അവൻ അവിടെ വന്ന്, അഥവാ വാഗ്ദത്ത ദേശത്തേക്ക് വന്നു. അവൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇതാണ് എൻ്റെ സ്വന്തം ദേശം എന്ന് ചിന്തിച്ചില്ല. അവൻ പിന്നെയോ അവൻ അവിടെ അന്യനാണെന്ന് ഏറ്റുപറയുകയാണ്, അവനവിടെ പരദേശിയാണെന്ന് ഏറ്റുപറയുകയാണ്. അവന്റെ ജീവിതം ഒരു പരദേശ യാത്രയാണ് എന്ന് അവൻ അറിയാമായിരുന്നു. ഇതുപോലെ തന്നെ അവന്റെ കൊച്ചുമകനായ യാക്കോബിന്റെ കാര്യം എടുക്കുമ്പോഴും ഫറവോന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കാര്യം നമുക്ക് പഠിക്കുവാൻ കഴിയും. ഫറവോന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എത്ര വയസ്സായി എന്ന് ഫറവോൻ യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്. യാക്കോബിനോട് ചോദിക്കുമ്പോൾ ഫറവോനോട് പറയുന്നു, എൻ്റെ പരദേശ പ്രയാണ യാത്ര, അഥവാ എൻ്റെ പരദേശ പ്രയാണം അത് 130 സംവത്സരം എന്ന് പറയുകയാണ്. ആ യാക്കോബിന് നല്ലതുപോലെ അറിയാമായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. വേദപുസ്തകം എഴുതപ്പെടാത്ത കാലത്ത്, വേദപുസ്തകം ഇല്ലാത്ത കാലത്ത് അദ്ദേഹം പറയുന്നു,
എൻ്റേത് ഒരു യാത്രയാണ്. എൻ്റേത് യാത്രയാണെന്ന് മാത്രമല്ല, അത് പരദേശ യാത്രയാണ്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കിട്ടി വെളിപ്പാട്? തനിക്കറിയാമായിരുന്നു തൻ്റെ ജീവിതം ഒരു ചാഞ്ഞു പോകുന്ന നിഴലാണ്. ഏകദേശം 147 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു. അബ്രഹാമിനേക്കാൾ ഒരുപക്ഷെ ആയുഷ്കാലം കുറവായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിട്ടിയ വെളിപ്പാടായിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരമുണ്ട്, ആ നഗരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയ്ക്കാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതം ആ പ്രത്യാശ കൊണ്ട് നിറയപ്പെടുമാറാകട്ടെ. വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ആത്മമണവാളൻ വരും എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവ് വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് പോകും. അല്ല, ഈ ലോകം വിട്ട് ഞാൻ നിങ്ങളും ഒരു വേറൊരു ലോകത്തിലേക്ക് പോകാനിരിക്കുന്നു. അത് പ്രത്യാശയുടെ നാടാണ്, അത് സന്തോഷത്തിന്റെ നാടാണ്, അത് വിശുദ്ധന്മാരുടെ നാടാണ്, അത് സ്വർഗീയ യെരൂശലേം നാടാണ്, അത് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നാടാണ്, അത് കണ്ണുനീരില്ലാത്ത നാടാണ്, അത് ദുഃഖമില്ലാത്ത നാടാണ്, അത് വേദനയില്ലാത്ത നാടാണ്, അത് രോഗമില്ലാത്ത നാടാണ്, അന്ന് ക്ലേശമില്ലാത്ത നാടാണ്, ദുഃഖ നെടുവീർപ്പം ഓടിപ്പോകുന്ന നാടാണ്. ആ നാട്ടിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ഈ ലോകം നശ്വരമാണ്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവാത്മാവ് നിങ്ങളേവരെയും അതിനായി സഹായിക്കുമാറാകട്ടെ.